ഹൈ ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്താണ് സുഖം എല്ലാവർക്കും? അപ്പോൾ ഉറങ്ങി എണീറ്റേട്ടാ. ഇന്നത്തെ മണിക്ക് ഉറങ്ങി എണീറ്റെന്നറിയാം. ഇന്ന് 9 മണിക്ക് ഉറങ്ങി എണീറ്റേട്ടാ. നേരത്തെ കിടന്നിട്ട് നേരത്തെ എണീക്കണം എന്ന് വിചാരിക്കും, നടക്കുന്നില്ല. എന്തായാലും രാത്രി 12 മണി കഴിയുന്നു. കുറച്ച് മുമ്പ് 12 മണിയല്ല, 1 മണി 2 മണി എല്ലാം ആകുന്നുണ്ട്. ഇപ്പോഴും 1 മണി എല്ലാം ആകുന്നുണ്ട് ഉറങ്ങുമ്പോൾ. ഇന്നലെ ഇപ്പോൾ ഉറങ്ങുമ്പം 12 മണി 1 മണിയായിട്ട് കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ. ഞാൻ വിചാരിക്കും നേരത്തെ ഉറങ്ങിയിട്ട് കുറച്ച് നേരത്തെ എണീക്കാം, ഒരു 6 മണിക്ക് 5 മണിക്ക് 6 മണിക്കൊക്കെ എണീക്കാമെന്ന് വിചാരിക്കും. നടക്കുന്നില്ല. ശരിയാക്കണം, സെറ്റാക്കി എടുക്കണം. പിന്നെ ഇനുവിനെ അംഗൻവാടി കൊണ്ടാക്കണം. അപ്പോൾ കുറച്ചായില്ല ലീവ്, മഴയായതുകൊണ്ട് കുറച്ച് ദിവസമായില്ലേ അംഗൻവാടി ഇല്ലാത്ത. സ്കൂളും അംഗൻവാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്ന് അംഗൻവാടി കൊണ്ടാക്കണം. അപ്പോൾ ഇനു രാവിലെ എണീച്ചപാട് ഞാൻ പോകുന്നില്ല എന്നിട്ട് കരയുന്നുണ്ട്. സംഭവം കുറച്ച് ദിവസം ലീവായതുകൊണ്ട് പോകാനുള്ള ഒരിതുണ്ടാവും, അങ്ങനെയാണല്ലോ. അപ്പോൾ ഇന്ന് പോയി കിട്ടിയാൽ പിന്നെ ഓക്കെ, പിന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ഒന്ന് പോയി അവിടെ എത്തിയാൽ മതി. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സെറ്റാവും. പിന്നെ നാളെ മുതൽ പോകണമെന്ന് പറയും. അങ്ങനെയാണ്. ഇനുവിനോട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാലേ, അംഗൻവാടി തുറന്നിനോ നോക്കാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനു റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്, നമുക്ക് പോവാം. ഇനു പോവാ, വാ പോവാല്ലേ, പോവാ. ഇത് ഇന്നലെ വാങ്ങിയതാന്നല്ലേ നമ്മ. ഗെയിം എങ്ങനെയുണ്ട്? നീ കളിക്കുന്നുണ്ടോ? കളിക്കുന്നുണ്ടല്ലേ? കാണിച്ചേ, നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. ഇത് ഇന്നലെ പകടി പോയാലും വാങ്ങിക്കൊടുത്തിയാ. എന്നാ പിടിച്ചോ അവിടെ വെക്ക്. ബാ ഇങ്ങോട്ടോ, അറിയിൽ വെച്ചേ, നമുക്ക് പോവാല. കളിക്കാം, ബയ്യ കളിക്കാം. അവിടെ വെച്ചേ. അവിടെ കെട്ടാ, ഇവിടെ കെട്ടി വന്നിട്ട് മേജാക്ക് കളിക്കാൻ കൊടുക്കാട്ടാ. ഇന്ന് വെയിലുണ്ടല്ലോ അല്ലേ, കുറച്ച് വെയിൽ വന്നല്ലേ. വാ കേറ്. ആ ചേട്ടാ, ഇനും അംഗൻവാടി എത്തി. നമുക്ക് അംഗൻവാടിയിലുണ്ടോ നോക്കാമല്ലോ. അംഗൻവാടി തുറന്നിനോ? തുറന്നിനേട്ടാ. ഇനുവിനെ കാത്തിക്കുന്നുണ്ട്. ഇറങ്ങിക്കോ. അപ്പോൾ ഉമ്മയാന്ന് ഇന്ന് ഉമ്മയാന്ന്. ഓക്കെ, ഇനായ വന്നു വരൂ. ടാറ്റാ, കേറിയാ. ഇതാണ് നമ്മുടെ നാട്ടിലെ അങ്കണവാടി. പ്രവൃത്തി സമയം 9:30 മുതൽ 3:30 വരെ. അംഗൻവാടിയിലെ പിള്ളേർ ഇനി അതങ്ങ് അവിടെ ഇരിക്കുന്നതിന്. അംഗൻവാടി ഉണ്ടോ? അംഗൻവാടിൻ്റെ ഉൾഭാഗം ഇതാ. അംഗൻവാടി വാ. നമ്മുടെ നാട്ടിൽ അംഗൻവാടി കണ്ടില്ലേ? അന്നെ പഠിപ്പിച്ച ടീച്ചറാണ് അന്യവും എന്നെ പെങ്ങന്മാരെയും. നമ്മളെ കാലത്ത് നമ്മളെ പഠിപ്പിച്ച ടീച്ചറാണ്. നമ്മളിവിടെ അല്ല പഠിച്ചേട്ടാ. നമ്മൾ പഠിക്കുന്ന സമയത്ത് അംഗൻവാടി വേറെ സ്ഥലത്താണ്. ഇപ്പോൾ കുറേ വർഷമായിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ്. പത്തലും മീൻ കറിയും 2 പത്തരയ്ക്ക. മീൻ കറി വാലിൻ്റെ പീസ് എടുക്കാമല്ലേ? കെട്ടെ കറി കഴിക്കാം. കേട്ടെ. കേട്ടോ ഗായ്സ്, നമ്മളുണ്ടല്ലോ വണ്ടി സർവീസ് ചെയ്യാൻ കൊണ്ടുപോയി കേട്ടോ, തലപ്പുറമ്പിലേക്ക്. നമ്മുടെ സുസുക്കി വർക്ക്മാൻ സ്ട്രീറ്റ് 125 സർവീസായി. അവനും കൊണ്ടുപോയി കേട്ടോ. സർവീസൊക്കെ എടുത്തിട്ടുണ്ട്. ഫ്രീ സർവീസ് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇത് 4th സർവീസാ. ഏതായാലും നോക്കാം. സർവീസൊക്കെ ഓക്കെ, മനസ്സിലാവും. ഓക്കെ, ഇവിടെ തഫീം വരുന്നുണ്ട്. തഫീനും കൂട്ടിയിട്ടാണ് പോകുന്നു കേട്ടോ. വണ്ടി കുറച്ചായി കഴുകിയിട്ട്, എന്നാലും കുറച്ച് ഇതുണ്ട്. വലിയ സീനൊന്നുമില്ല. മഴയല്ലേ, അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. എന്താ കുഴപ്പമില്ല. വീട് വെക്കട്ടെ.
ബുക്ക് എടുക്കട്ടെ. ഒരു പുതിയ മയക്കോട്ടുണ്ട്, പിന്നെ അടിയിലുള്ളത് ഇനുവിൻ്റെയാണ്. ഇത് ഒന്നുണ്ട്, ഒന്നുകൂടി വാങ്ങണം. പോവാ. ഹെൽമെറ്റ് എടുത്തു. തഫേരായി പറഞ്ഞേ വാ. ഗുയിസ് സർവീസ്. അപ്പോൾ നമുക്ക് അവിടെ തിരി കാണാം കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിവിടെ എത്തിയേട്ടാ തലപ്പുറമ്പിൽ. ഇങ്ങനെ ഇരിക്കാൻ ഇവിടെ കുറേ പുതിയ വണ്ടി, അതെല്ലാം പുതിയ വണ്ടി കൊണ്ട് വെച്ചാൽ അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ വന്നതിനാലേ അപ്പം കാണിക്കുന്നുണ്ട്. അപ്പം കുറച്ച് സമയമാവും സർവീസ് ചെയ്ത് കിട്ടുമ്പോൾ. കുറച്ച് സമയം ഫ്രീ സർവീസ് തന്നെ കേട്ടോ. 4th സർവീസ് ഫ്രീ ആണ്. 4th സർവീസ് ഫ്രീ സർവീസാണ്. പണിയൊന്നുമില്ല. എൻജിൻ ഓയിൽ മാറ്റണം, ഒന്ന് വാഷ് ചെയ്യും, നല്ല കാര്യങ്ങൾ. നമുക്കതിന് പുതിയ വണ്ടി നോക്കാമല്ലോ. ആസസ്, ആവന്യൂസ്, പിന്നെ ബർഗുമാൻ എല്ലാം ഉണ്ട്. എന്താ ഇത് കാണുന്നതെല്ലാം പുതിയ വണ്ടിയാണ്. എന്താ എല്ലാം പുതിയ വണ്ടി വെച്ചാൽ യെല്ലോ ഒക്കെ ആവന്യൂസിൻ്റെ യെല്ലോ. ഉള്ളുന്ന് വെയിൽ. പിന്നെ ആവന്യൂസിൻ്റെ വൈറ്റ്, ആവന്യൂസ് വൈറ്റ്, ആവന്യൂസിൻ്റെ ബ്ലൂ, ആവന്യൂസിൻ്റെ യെല്ലോ, ആവന്യൂസിൻ്റെ ബ്ലാക്ക് ഉണ്ടോ. പിന്നെ ഇപ്പുറം ആസസ്, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ, അതിൻ്റെ മാറ്റ്, ബ്ലാക്ക് മാറ്റ് കേട്ടോ. ആവന്യൂസിൻ്റെ ബ്ലൂ, ആസസ് 125, അതിൻ്റെ വൈറ്റ്, ഒരു ബ്ലൂ. ഇത് വേറെന്തോ ഒരു ബ്ലൂ ആണ്. അതാ വെറൈറ്റി കളർ. എന്താ ഗായ്സ്, അതിനിടയ്ക്ക് പോയിട്ട് നിസ്കരിച്ചിട്ട് വന്നു. ഇവിടുത്തെ മാനേജറുണ്ട് ഹാഫീസ്, അപ്പോൾ ഞാനും ഓഫീസും പോയിട്ട് ഇവിടെ അടുത്ത പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു. തലപ്പുറം മന്ന ജുമാ മസ്ജിദ് നിസ്കരിച്ചു. ദൂരം നിസ്കാരം. ഇപ്പോൾ സമയം എന്താ അറിയാം തപ്പി? സമയം എന്തായി? 2:12 3:20 ആകുമ്പോഴത്തേക്ക് നാട്ടിലെത്തണം. കാരണം ഇനുവിനെ കൂട്ടണം. അങ്കമാടി പോയിട്ട് ഇതിനെ കൂട്ടിയിട്ട് തരണം. 3:20 കൂടും. 3:30 ആകുമ്പോൾ എത്തിയാൽ മതി നാട്ടിലേക്ക്. വണ്ടി കയറ്റി, നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് വണ്ടി ഇപ്പം കയറ്റി, സർവീസിന് കയറ്റി. വണ്ടീൻ്റെ എയർ ഫിൽറ്റർ മാറ്റണമെന്ന് പറഞ്ഞു. 12,000 കിലോമീറ്ററാണ് അതിൻ്റെ ടൈം കമ്പനി പറയുന്നതാണ്. 12,000 കിലോമീറ്ററാണ് അതിൻ്റെ പറയുന്നത്. 12,000 കിലോമീറ്റർ ആകുമ്പോൾ മാറ്റാം. അപ്പോൾ അത് മാറ്റണം. പിന്നെ അതിനെന്താ ചെറിയ പ്ലഗ് ഇതേ ഉള്ളൂ. പിന്നെ ഓയിൽ ചേഞ്ച് പിന്നെ മസ്റ്റാണ്. 4th സർവീസ് ആട്ടെ ഇത്, 4th ഫ്രീ സർവീസ്. അപ്പോൾ അത് അതേ മാറ്റാനില്ല, വേറൊന്നുമില്ല. പിന്നെ ഓയിൽ ചേഞ്ച് പിന്നെ 2,000 കിലോമീറ്റർ ഓടുമ്പോൾ ചെയ്യണം കേട്ടോ. സ്കൂട്ടിക്ക് 2,000 കിലോമീറ്റർ ഓടുമ്പോൾ 2,000 കിലോമീറ്റർ ആകുമ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യാം, പുതിയ ഓയിൽ ഒഴിക്കാം. ഓക്കെ, അപ്പം വണ്ടി സർവീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കഴിഞ്ഞിട്ട് വാട്ടർ സർവീസ് ഉണ്ടാവും കേട്ടോ. വണ്ടി കുറച്ചായി കഴുകിയിട്ട് കണ്ടിട്ടില്ലേ, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മഴയല്ലേ, അപ്പോൾ അതിൻ്റേതായൊരു ഇപ്പം സെറ്റാക്കിയിട്ട് വരും. പിന്നെ ഒരു വണ്ടി കാണിച്ചു തരാമല്ലോ. ബർഗ്മാൻ 125. ഇതുണ്ടോ ബർഗ്മാൻ? കളർ നോക്കിയാൽ ഒരു കാപ്പി ടൈപ്പ് കേട്ടോ. എൻ്റെ ഇവിടെ ബ്ലാക്കാണ്, ഇതിന് സിൽവർ. ഇവിടെയും എൻ്റെ ബ്ലാക്ക് ഗ്ലോസിയാണ്, അതിന് സിൽവർ. ബാക്കി ഇത് ഫുൾ ഗ്ലോസി കേട്ടോ. എന്താ ഇതെല്ലാം ഗ്ലോസി, വേറെ മാറ്റമൊന്നുമില്ല. എന്താ ബർഗ്മാൻ TX റൈഡ് കണക്ട് എഡിഷൻ, എൻ്റെ സെയിം. പിന്നെ അതുപോലെ എൻ്റെ സെയിം സീറ്റ്, സെയിം കളർ, ബ്ലാക്കും കാപ്പിയും. ആകെ അങ്ങനെ നല്ല സെയിം. ഇവിടെ എൻ്റെ ബ്ലാക്ക് ആണ്, അത്രയേ ഉള്ളൂ. എൻ്റെ ഇവിടെ എൻ്റേത് ബ്ലാക്ക് മാറ്റ്, ഇവിടെ ബ്ലാക്ക് ഗ്ലോസി. ഇതിപ്പം ഇനി സിൽവർ, ഇത് ഗ്ലോസി. സാധനം എങ്ങനെയുണ്ട്? മോശമില്ല അല്ലേ? പിന്നെ ഇവിടെ 2 പുതിയ ആസസ് 125 കേട്ടോ. എന്തായി നോക്കട്ടെ. കഴിഞ്ഞിട്ടോ വണ്ടി വാട്ടർ സർവീസിന് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇറങ്ങും, എന്നിട്ട് നമുക്ക് നേരെ വിടാം കേട്ടോ. കാഫി ബോറടിച്ചെന്ന് തോന്നുന്നു. ബോറടിച്ചെനിക്ക് ഉറക്കം വരുന്നുണ്ടോ? നമ്മൾ 2 ഹെൽമെറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, പോസ്റ്റൊക്കെ ഇട്ടൊക്കെയാണ് ഹെൽമെറ്റ്. ഇപ്പോൾ 3 മണിയായിട്ടോ, 3 മണി. അപ്പോൾ നമുക്ക് ചായ കുടിക്കാമല്ലേ പോകുമ്പോൾ? ചോറ് വേണോ? ഇനി 3 മണിക്ക് മീൽസ് ചോറുണ്ടാവില്ല. ചോറ് വേണോ? ചായ മതിയല്ലേ? ചായയും കടി നിന്നാ പോകുമ്പോൾ. അതാണല്ലോ. മഴ വരുമെന്നറിയില്ല.
മഴക്കാറ് ഉണ്ടാ, മഴക്കാറ് ചെറുതായിട്ട്. അപ്പോൾ നാളെ വരുന്നതിൻ്റെ കൊണ്ട് നാട് പിടിക്കണം. ഒരു മഴക്കോട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതിന് വേണ്ടി ഇന്നൊരു മഴക്കോട്ട് വാങ്ങണം പോയിട്ട്. 2 മഴക്കോട്ട് വണ്ടിയിൽ വെക്കണം. എപ്പോൾ മഴ വരും പറയാൻ കഴിയില്ലല്ലോ. ഗായ്സ് നമ്മ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. സർവീസ് സെൻ്ററിൽ നിന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ ചായ പിടിക്കാൻ കഴിക്കാറ്. ചായ 4 കല്ലുമക്കായി എടുത്ത് കഴിച്ച അങ്ങനെ ചായ കുടിക്കട്ടെ. ഉറുമ്പ് നോക്കണേ. 2 ഉറുമ്പിനെ ഞങ്ങൾക്ക് കിട്ടി. വായിന്നാണ് ഉറുമ്പിനെ കിട്ടിയത്. കുഴപ്പമില്ല, ഉറുമ്പല്ലേ. ചായ പോരാ അല്ലേ? ചീട് നല്ല മോശമില്ലാത്ത ചായയാണ്. ചായ വലിയ രസമില്ല. കല്ലുമക്കായി ചോക്കട്ടെ. ചായ ചൂടുമില്ല. കല്ലുമക്കായി കുഴപ്പമില്ല അല്ലേ? കല്ലുമക്കായി കുഴപ്പമില്ല, സാധനം കുഴപ്പമില്ല. കല്ലുമക്കായി ചെറുതായിട്ട് എരിയുന്നു. എന്താ പറ്റിയേ? എരിയുന്നുണ്ടാ? 2 ഉണ്ടപ്പൂട്ട് വാങ്ങി. 2 ഉണ്ടപ്പൂട്ട് 2 വിളമ്പക്കാന്നാ പറഞ്ഞത്. കഴിച്ചോക്കട്ടെ. എന്നാൽ പിടി അത് കഴിക്കാം. അത് വേഗം കഴിച്ചോക്കട്ടെ. വിളമ്പക്കാന്ന് പറഞ്ഞത്. വിളമ്പക്ക ആയതുകൊണ്ട് വാങ്ങിയതാ. കുഴപ്പമില്ല. അപ്പോൾ ഇവിടുന്ന് പോയി കേട്ടാ. നമ്മളെ വണ്ടി ഇതാ വാട്ടർ സർവീസൊക്കെ ചെയ്ത് കുട്ടപ്പനായിട്ടുണ്ട്. ഇതാ കുഴപ്പമില്ല. ഇവിടുത്തേന് കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല. പോവാന്നാ? പോവാ ഗായ്സ്. അപ്പം നമ്മൾ പോയാണ്. കയറി ഗായ്സ്. അപ്പോൾ പോട്ടോ. അവനാ നെക്സ്റ്റ് ഒക്കെ കേട്ടോ. വളരെ ബൈ. തഫീർ ബൈ പറഞ്ഞേ.